ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ക്ലോണർ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഗൈസ്, നമ്മൾ ഇന്നത്തിലുള്ള MSN ട്രോൾ സീരീസിലാണ് ഗൈസ്. നമ്മൾ അങ്ങനെ ട്രോൾ സീരീസ് കയറിയുണ്ട് MSNൽ. ആൻഡ് ഇതാണ് നമ്മളെ സ്പോണും കാര്യങ്ങളും. ആൻഡ് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ എന്താ പറയുക, ഒരു സർക്കസ് ഉണ്ടായിരുന്നു. ആസ് യു നോ, നമ്മൾ ക്ലൗണൊക്കെയാണ്. സോ അതിൻ്റേതായ നമുക്ക് പൈസയ്ക്ക് വേണ്ടി പണികളൊക്കെ എടുക്കേണ്ടി വരും. സോ സർക്കസ് പോയി ഞാൻ തിരിച്ച് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് എന്തോ സംഭവിച്ചു സീരിയസ് ആയിട്ട്. ബട്ട് എനിക്ക് അതെന്താ കാര്യങ്ങളൊന്നും ഒരു ഓർമ്മയില്ല. എത്ര ആലോചിച്ചിട്ടും ഓർമ്മ കിട്ടണില്ല. സോ പിന്നെ ഞാൻ ജനിച്ചത് ഞാൻ കാണിച്ചുതരാം. ഈ ഒരു വില്ലേജ് ഉണ്ടോ, ഈ വില്ലേജിൻ്റെ കുറച്ച് ബാക്കിലായിട്ടാണ്. ഞാനിങ്ങനെ വെറുതെ പിന്നെയും ഇങ്ങനെ നടക്കാൻ തുടങ്ങി. കാരണം നമുക്ക് നമ്മളെ വീട്ടിലെത്തണമല്ലോ. നടന്ന് വന്ന് ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ച് ആൾക്കാർ, ഈ സിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വില്ലേജിലോട്ട് വന്നത്. എൻ്റെ അവരെന്നെ കണ്ടു, ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാനേതായാലും വേറൊരു സ്ഥലത്തു നിന്ന് വന്നതായതുകൊണ്ട് തന്നെ എനിക്കിവിടെ എന്താ പറയുക, ഇനി വീട്ടിലോട്ട് പോകാനുള്ള വഴി അറിയില്ല. അപ്പോൾ എനിക്കിവിടെ താമസിക്കാൻ അവർ ഇടം തന്നിട്ടുണ്ട്. അവിടെയൊക്കെ ആയിട്ടാണ് നമുക്ക് വീട് വെക്കാൻ പറ്റുക. ആൻഡ് നമുക്ക് ഫുഡും ടൂൾസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ആൻഡ് അവർ നമുക്ക് ഇവിടെ ഈ സ്പോണും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ആൻഡ് നമ്മൾ ഈ വേൾഡൊക്കെ ഒന്ന് ചുറ്റി കണ്ടായിരുന്നു. ആൻഡ് അത് ഞാൻ റെക്കോർഡ് ചെയ്ത്, ബട്ട് വോയിസ് പിടിക്കില്ല ഗൈസ്. റിയലി സോറി, വോയിസ് ഇല്ലായിരുന്നു, ജസ്റ്റ് ക്ലിപ്സ് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. കാരണം നമ്മൾ നോട്ട് ക്രാഫ്റ്റ് കൊണ്ടുപോയി നമുക്ക് ഈ സിറ്റി മൊത്തം കാണിച്ചു തന്ന്. ആൻഡ് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻവെൻറ്റോറിയിലുണ്ട് കുറച്ച് സാധനങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് സംഭവങ്ങളൊക്കെ കാണിച്ചു തന്ന്. ആൻഡ് നമുക്ക് ഇന്ന് ആ സംഭവങ്ങളൊക്കെ ഒന്നും കൂടി പോയി കാണുകയാണ്. ഇപ്പോൾ സെർവറിൽ എല്ലാവരും ഉണ്ടെന്നൊക്കെ തോന്നണേ. എല്ലാവരും ഇല്ല, ഒന്നോ രണ്ടോ ആൾക്കാർ വെച്ച് ബാക്കി എല്ലാവരും ഈ സെർവറിലുണ്ട്. ആൻഡ് നമുക്ക് എല്ലാവരും ബേസും അതുപോലെ തന്നെ ഇവിടെയുള്ള ബിൽഡ്സും പോയി കണ്ടിട്ട് വരാം. ഓക്കെ. ആൻഡ് ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയാണ് നമ്മളെ സ്പോൺ വരുന്നത്. ആൻഡ് ഇവിടേക്കാണ് അതാണ് നമ്മുടെ ഇത് ബിൽഡ്സും കാര്യങ്ങളുള്ള സ്ഥലം. അവിടെ നോക്കിയാൽ കാണാം മല്ലു GT ഗെയിമറും നോട്ട് ക്രാഫ്റ്റും അവിടെയുണ്ട്. സോ നമുക്ക് പോയി നോക്കാം. എന്നെ അടിച്ച് കൊല്ലും തോന്നുന്നുണ്ട്. ഇല്ല ഓക്കെ. സോ ഇതാണ് നമ്മളെ നോട്ട് ക്രാഫ്റ്റ് ബിൽഡ് ചെയ്ത പുതിയ പോസ്റ്റ് ഓഫീസ് ഗൈസ്. ഇതാണ് സംഭവം. ആൻഡ് ഇത് കിട്ടുന്ന സാധനമാണ് ഇത് കുറച്ച് ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് ഇൻറ്റീരിയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുമുണ്ട്. പോസ്റ്റ് മാസ്റ്റേഴ്സ് റൂം. ഓക്കെ. ആൻഡ് ഇതിൻ്റെ മേലോട്ടിനി എന്താണെന്നാവോ. ഓക്കെ. സെറ്റ്. ആൻഡ് ഇതാണ് നമ്മളെ സിറ്റിയിലെ പോസ്റ്റ് ഓഫീസ്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് ഏതായാലും പൂട്ടാം. ഓക്കെ, ഇത് പൂട്ടിയിട്ട് പോവാം. ഓക്കെ. ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ നമ്മുടെ ഹോസ്പിറ്റലുണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മളെ സോൾ കിങ്ങിൻ്റെ വീടും. സോൾ കിങ്ങിൻ്റെ വീട് വലിയ വീടാണ് ഗൈസ്, അത്യാവശ്യം അടിപൊളി വീടാണ് നമ്മളെ സോൾ കിങ്ങിൻ്റെ വീട്. ആൻഡ് ഇതാണ് ഹോസ്പിറ്റൽ. എനിക്ക് തോന്നുന്നത് സോൾ കിങ് ആണ് ബിൽഡ് ചെയ്തതെന്നുള്ളത്. സോ എനിക്കറിയില്ല. ഐ തിങ്ക് ഇത് സോൾ കിങ് തന്നെയാണ്. ഇതിൽ റിസപ്ഷനാണ് അടിയിൽ. ആൻഡ് ഇതിൻ്റെ ഏറ്റവും മേലെയാണ് വാർഡെന്ന് തോന്നുന്നു. മേലെ ആയിരിക്കും. ഓക്കെ. ഇവിടുന്ന് വരുമ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വാർഡും കാര്യങ്ങളും. ഇതൊക്കെ നമുക്ക് നോട്ട് ക്രാഫ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്തിരുന്നു, ബട്ട് എന്താ പറയുക, എനിക്ക് റെക്കോർഡ് ചെയ്തിട്ടും വോയിസ് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇത് വീണ്ടും കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ഹോസ്പിറ്റലും കാര്യങ്ങളും. ആൻഡ് ഇവിടെ നിന്ന് ഈ വഴി ചാടാൻ മറന്നു. ഓക്കെ. ഈ വഴി ഇങ്ങനെ പോയാൽ നമുക്കിനി ഇവിടെ കാണാനുള്ളത് ഐ തിങ്ക് നമുക്ക് നോട്ട് ക്രാഫ്റ്റിൻ്റെ ബേസ് ഉണ്ട്, പിന്നെ മല്ലു GT ഗെയിമറെ ബേസ് ഉണ്ട്, ലീഫ് മാസ്റ്ററെ ബേസ് ഉണ്ട്, പിന്നെ നമ്മളെ ജുഗിലിൻ്റെ ബേസ് ഉണ്ട്. സ്പൂക്കി ക്രാഫ്റ്റിൻ്റെ ബേസും ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മളെ നോട്ട് ക്രാഫ്റ്റിൻ്റെ ബേസ്. കിടിലം ഒരു ബേസാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നോട്ട് ക്രാഫ്റ്റ്. ഫുഡൊക്കെയാണ് എൻ്റെ കൈക്കലിരിക്കുന്നത്. ആൻഡ് പിന്നെ ഇതാണ് നോട്ട് ക്രാഫ്റ്റിൻ്റെ കുതിരകൾ. അവിടെ കിടന്നോട്ടെ. ആൻഡ് ഞാൻ ഇപ്പോഴാണ് കാണുന്ന മല്ലു GT ഗെയിമറിന്
ഒരു ട്രോൾ കിട്ടിയിട്ടുണ്ട്. ആരെ വകയെന്ന് എനിക്കറിയില്ല. ഏതായാലും അത്യാവശ്യം നല്ലൊരു ട്രോളാണ്. വീട് പകുതിയോളം പോയിട്ടുണ്ട്. ഏതായാലും പോയത് പോയി. ഇനി അടുത്തത് ഇവിടേക്ക് പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഇത് മല്ലു GT ഗെയിമർ ബിൽഡ് ചെയ്തതാണ് ഈ പോലീസ് സ്റ്റേഷൻ. ഇതൊക്കെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉള്ളതാട്ടോ ഗൈസ്. ഓക്കെ, ഇതൊരു കിടിലും പോലീസ് സ്റ്റേഷൻ. ഓക്കെ, ആൻഡ് ഇത് എന്തോ സംഭവം പറഞ്ഞിരുന്നല്ലോ എന്നോട്. അത് എന്തോ ഡ്രഗ്സ് പിടിച്ച് വെച്ചാണ് തോന്നുന്നു ഗൈസ്. ഐ ഡോണ്ട് നോ, കറക്റ്റായിട്ട് അറിയില്ല. ആൻഡ് ഇവിടെ ഇതാ പോലീസ് സ്റ്റേഷൻ. ആൻഡ് ഇതിൻ്റെ മേലെ നമുക്ക് സെല്ലും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ സെല്ലും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ ആൾക്കാർക്ക് സുഖമായിട്ട് പിടിച്ചിടാം. ഓക്കെ, ആൻഡ് ഇവിടേക്ക് എന്താ സംഭവം അതിന് എനിക്ക് മനസ്സിലാവാത്തത്, പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ എന്തിനാ ലൈബ്രറി എന്നാണ്. അതിൻ്റെ ഇതെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കും അറിയില്ല. ചിലപ്പോൾ ഞാൻ വിചാരിച്ചത് തെറ്റായിരിക്കും. ബ്രോ, ടോയ്ലറ്റൊക്കെ ഫുൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ്? അയ്യോ, 1 മിനിറ്റ്. ഓക്കെ, സെറ്റ്. ഏതായാലും നമുക്ക് ഇവിടേക്ക് എന്താ ഒക്കെ ഇവിടെ ഉറക്ക ബാത്റൂമാണ്. ഇഷ്ടം പോലെ ബാത്റൂമുണ്ട്. ആൻഡ് അതൊരു പ്രശ്നമല്ല. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ഈ വഴി വീണ്ടും പോയാൽ ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ലീഫ് മാസ്റ്റർ ബേസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, ഏതായാലും നമുക്ക് ഈ വഴി അങ്ങ് പോകാം. ഓക്കെ, ലീഫ് മാസ്റ്റർ ബേസിൽ നമ്മളങ്ങ് എത്തിയിട്ടുണ്ട്. അതാ ഫുൾ ലീഫ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പച്ചപ്പ് നിറഞ്ഞാണല്ലോ, ഇല മാസ്റ്ററാണ്. സോ ഇവിടെ വീട് ഫുൾ പച്ച കളറിലും ഫുൾ പച്ചപ്പാണ് ഗൈസ്. കാരണം ഫുൾ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളുകളിലും ഒക്കെ ചെടി ഫുൾ പച്ചപ്പ് പറഞ്ഞൊരു വീടാണ് ലീഫ് മാസ്റ്ററിൻ്റെ. പേരിനൊത്ത ബിൽഡാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ജുഗിൽ സ്പൂക്കി ക്രാഫ്റ്റിൻ്റെ വീടാണ്. ഇതൊരു ഒരു സാധാ വീട്. ഓക്കെ, ആൻഡ് പുറത്ത് ക്യാമ്പ് ഫയറും എല്ലാ വീട്ടിലത്തെ പോലെ തന്നെ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ആൻഡ് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കറൻ്റ് നമ്മുടെ സിറ്റിയിലുള്ളത്. ആൻഡ് ഇനിയും കൂടുതൽ ബിൽഡ്സ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക വീഡിയോ കിട്ടത്തുള്ളൂ. പെട്ടെന്ന് അറിയണ്ടേ ഞാൻ വീഡിയോ ഇട്ടെന്ന്. സോ ആ ബെല്ലൈക്കണും ഒന്ന് ഓണാക്കി വെക്കുക. ആൻഡ് ഇനിയും കൂടുതൽ ബിൽഡ്സൊക്കെ വരും. ഞാനും കുറച്ച് ബിൽഡ്സൊക്കെ ഉണ്ടാക്കും. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കണേ. അപ്പോൾ ഈ ഒരു സിറ്റിയിലുള്ള എല്ലാവരും ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അന്നാരെയും ചാനലൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ക്ലോണിയർ സൈനിങ് ഓഫ്.